ഇവൻ സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച് കുട്ടികളെ കാണാം. ഒരു 8ാം ക്ലാസ്സിലായിട്ടുണ്ടാവും ഈ പയ്യന്മാർ. അവരെ ഫേസ് ബ്ലർ ചെയ്താണ്. ഇവൻ്റെ വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാൽ അവരെ ഫേസ് കാണാം. മാതാപിതാക്കളെ, നിങ്ങൾ ആരെങ്കിലും ഈ കുട്ടികൾ ഇവർ പറഞ്ഞ വർത്താനാണ് ഇന്ന് രാത്രി പൊളിക്കും, കബൂറാക്കും, സീനാക്കും, എന്തൊക്കെയോ ഭാഷയിൽ പറയുന്നുണ്ട്. ഹനാൻ ഷാനേക്കാളും ഒക്കെ പൊളിക്കും. പറയാനുള്ളത്, ഈ വ്യക്തികളുടെ കേസിൽ ഞങ്ങൾ ഒരിക്കലും ബാക്കിലേക്ക് നിൽക്കാനില്ല. ആരൊക്കെയാണോ ഞങ്ങളെ കുട്ടീനെ ആവശ്യമില്ലാണ്ട് നോവിച്ചത്, നിയമപരമായിട്ട് അതിൻ്റെ അറ്റ്മോസ്റ്റ് എൻഡ് വരെ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റും അതുവരെ ഞങ്ങൾ എന്തൊക്കെ വന്നാലും ഞങ്ങൾ പോയിരിക്കും. അപ്പോൾ നമസ്കാരം, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. തൊപ്പിക്കുട്ടനും അടിമക്കണ്ണന്മാർക്കും തൊപ്പിക്കുട്ടനും മക്കൾക്കും പണി കിട്ടുന്നു. ഈ ലൂസിഫർ സിനിമയിലെ ഡയലോഗ് പറയുകയാണെന്നുണ്ടെങ്കിലേ, നീ ഇത്രയും കാലം ആലോചിച്ചില്ലടേ ഇപ്പം അപ്പുറത്തൊരാളുണ്ടായിരിക്കുന്നുള്ളതറിയില്ലേ. അതുപോലെ അടച്ചിട്ട മുറികളിലിരുന്ന് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരെ, അതായത് ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കി മിണ്ടാതെ പോകുന്ന ആൾക്കാരെ, ഒരു ആവശ്യമില്ലാതെ രാത്രി അവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് അവരെക്കുറിച്ച് അത്രയും മോശം പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ആർത്തട്ടഹസിച്ച് ചിരിച്ച് അവരെ കൊത്തിപ്പറിച്ച് ആ ഒരു മാംസം പോലും ബാക്കിയുള്ളവർക്ക് ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവന്മാരൊന്നും ചിന്തിച്ചിട്ടില്ലായിരിക്കും ഒരു ദിവസം ഇവർക്കും ഇതിലേറെ അപ്പുറം വരുന്നുള്ളത്. ഇപ്പം നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തൊപ്പിക്കും മറ്റ് തൊപ്പിക്കുട്ടന്മാർക്കും എല്ലാ കുട്ടന്മാർക്കും എതിരെ ഹനാൻ ഷാ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മിക്കവാറും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വരുന്നത് ഹനാൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടായിരിക്കണം. ഹനാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് വെച്ച ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ള വീഡിയോകളിൽ ഒന്നാണത് കേട്ടോ. മാത്രമല്ല എന്നോട് ഒരുപാട് പേര് എന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, വോയിസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരാൾ മെസ്സേജ് വിളിച്ചിട്ടൊക്കെ പറഞ്ഞു, ബ്രോ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വീഡിയോ ആയിരുന്നത്. അധികം എനിക്ക് തോന്നുന്നു 10-50,000 വ്യൂസ് അതിന് കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയിട്ടുണ്ട്. എന്താ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ ആ വീഡിയോയിൽ ഒരു റിയാക്ഷനോ ഒപ്പീനിയനോ അല്ല, എൻ്റെ മനസ്സിലെ വിഷമമാണ് ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. കുറേ കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്കൊരു വിഷയം സോഷ്യൽ മീഡിയയിലുണ്ട്, പല രീതിയിൽ കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. റിയാക്ഷൻ വീഡിയോ ആണ് അത്ര മോശമായിട്ടുള്ള സംഭവമല്ല, പക്ഷേ ആൾക്കാർ ഇതിനെ മോശമാക്കി ട്രോള് ചെയ്യുക, അത് മോശമായിട്ടുള്ളതല്ല. അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ്. ഒരാളെ ചിരിപ്പിക്കാൻ നിൽക്കുക, മറ്റുള്ള ഒക്കെ. പക്ഷെ അത് ട്രോൾ ചെയ്യുന്നത് കൊണ്ടല്ല, അത് ഒരുമാതിരി അതിര് വിട്ടെന്ന് പോകുന്ന രീതിയിൽ കളിക്കാൻ പാടില്ലല്ലോ അല്ലേ. പ്രത്യേകിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരെ, കുട്ടികളെ, സ്പെഷ്യലി സ്ത്രീകളെ, വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ, അവർക്കും കൂടി സോഷ്യൽ മീഡിയയിൽ വരാൻ പറഞ്ഞാൽ അവർക്കും കൂടി സ്പേസ് വേണം. അവരെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ തേജോവധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി അതുപോലത്തെ കുറേ ആൾക്കാർ ആരൊക്കെ ഉണ്ടെങ്കിലും കൂടി അതത്ര നല്ല പരിപാടിയില്ല. എല്ലാവരും രേണുസുധിയോ അല്ലെങ്കിൽ അതുപോലെ മിണ്ടാതിരിക്കുന്ന ആൾക്കാരായിക്കൊള്ളുന്നില്ല. ഞാൻ രേണുസുധിയുടെ പേര് ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ അത് വേറൊരു വിഷയമാണെങ്കിൽ കൂടി ഒരുപാട് കാലങ്ങളായിട്ട് പലരും പറയുന്നുണ്ട്. ഇതൊന്നുമല്ല, ഒരു കോൺട്രവേഴ്സി പോലും ക്രിയേറ്റ് ചെയ്യാതെ മര്യാദയ്ക്കിരിക്കുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള ആൾക്കാർ ക്യാമറയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അവർ ആ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യത്തിന് അത്രയും വൾഗറായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് മക്കളാ ഡാഷ മക്കളെ നിങ്ങളെ നമിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. ബട്ട് ഐ വാസ് നോട്ട് സർപ്രൈസ്ഡ്. കാരണം വെച്ചാൽ അവരങ്ങനത്തെ ആൾക്കാരാണ്. പക്ഷേ ഇനി മുതൽ ആ ഒരു പരിപാടി നടക്കില്ല. ഇപ്പോൾ ഏകദേശം ഒരു സ്റ്റോപ്പ് വീണിട്ടുണ്ട് എന്നുള്ളൊരു സംഗതിയാണുള്ളത്. ഐ എം സീരിയസ്ലി വെരി ഹാപ്പി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാവർക്കും ഇതിനെതിരെ പ്രതികരിക്കുന്ന സെൻസ് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ പ്രതികരിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഹനാൻ ഷാ ഈ ഒരു വിഷയം അറിയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന് നിയമ നടപടി വളരെ സീരിയസ് ആയിട്ടുള്ള മോസ്റ്റ് എൻഡ് എന്താ പറയുക, അത്രയും ആ ഒരു അങ്ങേ അറ്റം വരെ നിയമ നടപടിക്ക് പോയിട്ട് ഈ പരിപാടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നൊരു സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്തതല്ല പറഞ്ഞത്. അവരിത് കണ്ടപ്പോൾ തന്നെ അവരാകെ തകർന്നു പോയിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ അവരുടെ 1 മണിക്കൂറോളം ഉള്ളൊരു വീഡിയോ ഉണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള. ഞാൻ 1 മണിക്കൂർ വീഡിയോ കണ്ടു. ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ വർ ഗോയിങ് ത്രൂ, വാട്ട് ദെയർ ഫാമിലി വാസ് ഗോയിങ് ത്രൂ. അവരുടെ വീട്ടുകാരും ആ സ്ത്രീകൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. നമ്മളെ വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് പറയാച്ചാൽ സീരിയസ്ലി മക്കളെ. പക്ഷെ അവർ വളരെ കാമല്ല അവർ വളരെ മെച്യൂരിറ്റിയോട് കൂടിയിട്ട് അവർ ഈ ഒരു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. വളരെ മെച്യൂറായിട്ട് ഇതിനെങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം, സമൂഹത്തിന് വേണ്ടിയിട്ട്, ദിസ് ഇസ് കോൾഡ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫ്യൂച്ചറിൽ അവരുടെ ഈ സോഷ്യൽ സ്പേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലീൻസിങ് പ്രോസസ്സിൽ ഇവർ ചെയ്തതിൽ
ശരിക്കും ഹാറ്റ്സ് ഓഫ് എന്ന് പറയാതെ വയ്യ. അത് ആ ഒരു സംസാരം, ഞാനിത് ഈ ചങ്ങാതി ഇങ്ങനെ തന്നെ പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു ഹനാൻ. കാരണം ഹനാൻ്റെ വ്ളോഗ്സ് കാണുന്ന സമയത്ത് ഇവൻ ഒരിക്കലും കുറച്ച് ഏറിയിട്ടോ കുറഞ്ഞിട്ടോ ഇല്ല. ഇവൻ കറക്റ്റായിട്ട് പോകുന്നത്. ഇവൻ നല്ലൊരു സഹോദരൻ, നല്ലൊരു സുഹൃത്ത്, നല്ലൊരു ഫാമിലി മാൻ, നല്ലൊരു മകൻ ഒക്കെയാണ്. അവരങ്ങനെയാണ് ആ ഒരു ടീം. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരിതൊന്നും പുറത്ത് പറയാതിരുന്നു വെച്ചാൽ അവർക്ക് കോൺട്രവേഴ്സി കൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ടീമാണ് അവർ. അപ്പോൾ ഒരു ഇതിലും പെടാത്ത വഴിയിൽ കൂടെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ അല്ല ഇങ്ങനെയാണ്. ഇതിലിപ്പോൾ ഹനാൻ ഷാ വെച്ചാൽ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഇവർ എത്രയോ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ക്ലോസ് റൂമിൽ നിന്നിട്ട് എന്തൊക്കെ വൾഗറായിട്ടാണ് സ്ത്രീകളെയൊക്കെ വെറും അതുപോലെ ആക്കിയിട്ട് സംസാരിക്കാറുണ്ടെങ്കിൽ അതൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതുപോലെ പിന്നെ പോകണമെന്ന് മാത്രമല്ല എന്താണ് ചെയ്ത് എന്നുള്ളതും കൂടി ഇടണമെന്നുള്ളത്. അപ്പോൾ കണ്ടപ്പോൾ വളരെ സന്തോഷം. അവർ രമേശ് ചെന്നിത്തലയെ പോയി കണ്ടു, ആഭ്യന്തരമന്ത്രിയെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ച സംഗതികളായിട്ട് ഏകദേശം പണി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഹനാൻ ഷാൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്രയും വൈകാരികമായിട്ട് പ്രതികരിച്ച് ഇത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞാൻ പ്രതികരിച്ചറിയോ? ബിക്കോസ് ഇറ്റ്സ് എഫക്റ്റിംഗ് ചിൽഡ്രൻ, ഇറ്റ്സ് എഫക്റ്റിംഗ് കിഡ്സ്. സ്കൂളിലേക്ക് പോകുന്ന പഠിക്കേണ്ടതായിട്ടുള്ള മര്യാദയ്ക്ക് ബുക്കിൽ നോക്കിയിട്ട് നല്ല രീതിയിൽ സൽസ്വഭാവികളായിട്ട് നല്ല കുട്ടികളായിട്ട് ഫ്യൂച്ചർ ജനറേഷനിൽ നല്ല രീതിയിൽ വളരണം എന്നാഗ്രഹിച്ച് മാതാപിതാക്കൾ നടക്കുന്ന കുട്ടികൾ അവരറിയാത്ത രീതിയിൽ അവരിത്രയും മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ ഒരു തലമുറ എത്രത്തോളമാണ് ഈ കുട്ടികൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇന്ന് ഈ MDC ഷമീർ അല്ല, എന്താ പേര് MRC ഷമീർ. ഈ ഷമീർ ഇന്ന് സ്റ്റേഷനിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു മിക്കവാറും. ബൈ ദ വേ ഇവനെതിരെ കേസൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷണക്കാർ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, തപ്പിയും കുപ്പിക്കൊക്കെ. അപ്പോൾ ഇവൻ്റെ ടീം ഇന്ന് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പോയിട്ടുള്ള കുറച്ച് കലാപരിപാടികളും ഇവൻ കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല പരിപാടികളും കാണിക്കുന്നുണ്ടല്ലോ. അവരിപ്പോൾ പാരലലി എന്തൊക്കെയോ പരിപാടികൾ ഇവന്മാർക്കൊന്നും തലയിൽ ഒന്നുമില്ല എന്നുള്ള ഏകദേശം ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. കാരണം അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇത്രയും വലിയൊരു സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അവരിങ്ങനെ പാരലലി പല സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടും, അവർ നാളെ രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഷമീർ ബസ്സിൽ കയറിയ സമയത്ത് വേറെ ഒന്നും വേണ്ട, അവനിനി എന്തായാലും പ്രശ്നമില്ല, അവൻ എന്താണ് എന്ന് തെളിയിക്കുന്നൊരു സാധനം, അവൻ ഉദ്ദേശിച്ചത് അവനെപ്പോലുള്ള ആൾക്കാരെ കൊണ്ട് എത്രത്തോളം ദോഷമാണെന്ന് തെളിയിക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരുന്നത് നമുക്ക്. അവൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. ഇവൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടോളൂ. അത്രേ ഉള്ളൂ. ഇവരെങ്കിലും ഞാൻ ഈ ഫേസ് ഇവരുടെ ബ്ലർ ചെയ്തു കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ ബസ്സിൽ കയറി ഈ ഷമീർ പറഞ്ഞവൻ ബസ്സിൽ കയറി സംസാരിക്കും. ഇവൻ്റെയൊക്കെ പെടലി വരെ ഉള്ളൂ ബുദ്ധി. എന്താ പറയുക, ഇത്രയും ഇവൻ സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച് കുട്ടികളെ കാണാം. ഒരു 8ാം ക്ലാസ്സിലായിട്ടുണ്ടാവും ഈ പയ്യന്മാരെ. അവരെ ഫേസ് ബ്ലർ ചെയ്താണ്. ഇവൻ്റെ വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാൽ അവരെ ഫേസ് കാണാം. മാതാപിതാക്കളെ, നിങ്ങൾ ആരെങ്കിലും ഈ പരിപാടി നിങ്ങൾക്ക് അറിയാതെ നിങ്ങളെ മക്കൾ ഇതുപോലെ ഉണ്ട് നിങ്ങൾക്ക് സംശയം തോന്നുന്നു, ഈ വീഡിയോ ഒന്ന് പോയി കാണാം. ഈ സംസാരിക്കുന്ന കുട്ടികൾ, എൻ്റെ വീഡിയോയിൽ ഞാൻ ഫേസ് ബ്ലർ ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഹാം ചിൽഡ്രൻ. അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് പറയുകയാണ്, ഈ ഇതിൽ സംസാരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ആരെങ്കിലും, ഈ കുട്ടികൾ ആരാണെന്നുണ്ടെങ്കിൽ ആരറിയില്ല, അവരുടെ മാതാപിതാക്കൾ എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ നിയന്ത്രിച്ച്, ഇതുപോലത്തെ മക്കൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടികളെ കുറ്റം പറയില്ല കേട്ടോ, അവർ വഴി തെറ്റാൻ ഏറ്റവും എളുപ്പമുള്ള കാലമാണ്. എല്ലാവർക്കും ഇതുപോലെ വകതിരിവ്, പിന്നെ കുട്ടികൾക്ക് അവർ കുഞ്ഞു കുട്ടികളാണല്ലേ, പക്ഷെ മാതാപിതാക്കൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് എവിഡൻ്റായിട്ട് എൻ്റെ വീഡിയോ വന്നിട്ടുള്ളത്, ഈ ചെക്കനെ അറിയാൻ വീഡിയോ പോകുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുന്നു. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. 8-ലുണ്ടാവില്ല, 7, 8-ലൊക്കെ പഠിക്കുന്നത്, 6, 7, 8 അത്ര പ്രായമുള്ളൂ, ഒരു 10 വയസ്സ്, ഒരു 12 വയസ്സുണ്ടാവും. ഈ കുട്ടികൾ ഇവർ പറഞ്ഞ വർത്താനാണ്. ഇന്ന് രാത്രി പൊളിക്കും, കബൂറാക്കും, സീനാക്കും, എന്തൊക്കെയോ ഭാഷയിൽ പറയുന്നുണ്ട്. ഹനാൻ ഷാനേക്കാളും ഒക്കെ പൊളിക്കുന്നു. ഇതിലും പിടിച്ചിട്ടുണ്ട് ആ ചങ്ങായിൻ്റെ പേര്. എന്ന് ഹനാൻ ഷാനേക്കാളും പൊളിക്കും. മോനെ, നീ ഈ മക്കളൊക്കെ ഈ വീഡിയോ കാണുമെന്നുള്ളത് അറിയില്ല, നമ്മളതൊന്നും വീഡിയോസ് കാണുന്നുണ്ടായിരിക്കില്ല. കാരണം ഇവരെയൊക്കെ അച്ഛൻ്റെയൊക്കെ നമ്മളൊക്കെ പഴയ ജനറേഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും പറയണേ, ഇതൊന്നും അല്ല ജീവിതം എന്നുള്ളത് ഇവരുടെ രക്ഷിതാക്കൾ കണ്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നിർബന്ധമായിട്ടും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർ, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങൾ ആരെങ്കിലും അമ്മമാർ അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെ കുട്ടികൾ, അമ്മമാരോ സഹോദരന്മാരോ, നിങ്ങളൊക്കെ കുട്ടികൾ വഴി തെറ്റിക്കാത്ത രീതിയിൽ നോക്കേണ്ട നമ്മളെ റെസ്പോൺസിബിലിറ്റി. നാട്, ഈ ലോകം അത്ര നല്ല കാര്യമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. ഇത് എൻ്റെ ഇതെന്ന് വെച്ചത് എല്ലാം നിന്നോളന്നില്ല, അതുപോലത്തെ പല ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ അല്ലാതെ
വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് നോക്കേണ്ട നമ്മളെ കാര്യം. പിന്നെ ഇപ്പോൾ ഇവൻ പറഞ്ഞതാണ് ഏറ്റവും രസം. അതിൽ പ്ലേ ചെയ്യാം. അവരുണ്ടായാൽ മതി പോലെ, പക്ഷെ അവരും കൂടി ഉണ്ടാവില്ല. കാരണം നീ മുതുക്കനായി പോയി. നിനക്ക് ഇനി സ്കൂളിൽ പഠിക്കാനുള്ള ഒരു ഇതും കൂടി ഇല്ല. കുറച്ചൊക്കെ വിദ്യാഭ്യാസം, കുറച്ച് പഠിപ്പും, കുറച്ച് വകതിരിവും, പിന്നെ അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്ന സംബന്ധം ചിലരുടെ കാര്യമില്ല. നല്ല രീതിയിൽ തന്തയും തള്ളിയും വളർത്തിയിട്ടില്ല. അതാ പറയുന്നത്. കാശുണ്ടാക്കാനും തോന്നിയാസം പറഞ്ഞ് തോന്നി പറഞ്ഞിട്ട് രാത്രി നട്ടപ്പാരിക്ക് ഇരുന്ന് വീഡിയോ എടുത്ത് കണ്ടവരെ വളരെ മോശമാക്കി പറഞ്ഞിട്ട് കാശുണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. ഞാൻ മനസ്സിലാക്കുക, അതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടേണ്ട കേസാണ്. എന്തായാലും വീട്ടുകാരൊക്കെ ആരായ ഈ രീതിയിൽ വെച്ചാൽ അതനുസരിച്ച് അനുഭവിക്കുക. പറയാൻ ഐ എം എക്സ്ട്രീം സോറി, ഞങ്ങൾ ഒരു ഫാമിലിനെ പറയുന്ന ആളല്ല. പക്ഷെ എന്നാലും ഇവൻ്റെയൊക്കെ കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് പറയാതിരിക്കാൻ വയ്യ. ഹനാൻ വീഡിയോ ടൈൽ പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യം മാത്രം കാണിക്കാം. ചില ഒരു അതിൽ ബേസിൽ നിന്നൊരു ചങ്ങാതിൻ്റെ അവരുടെ ഒരു മാഷ്, ഞങ്ങൾ ഇവരുടെ വ്ളോഗ് സ്ഥിരം കാണുന്നതാണ്. ഇവരുടെ വീഡിയോസ് എല്ലാം നമ്മൾ കാണും. ഞങ്ങളെ വീട്ടിൽ സ്ഥിരം ഒരു വ്ളോഗ് വരെ, അത് 1 മണിക്കൂർ വ്ളോഗൊക്കെ ഒരു വീട്ടിലൊക്കെ ഇരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് അവരിഷ്ടമാണെന്ന് അറിയാനും അത്രയും. അത് കണ്ടെന്ന് തന്നെ ഉറപ്പാണ്. ഈ ചങ്ങായി അങ്ങനെ ഇങ്ങനെയും വിടില്ല. കാരണം അവൻ ചില്ലറക്കാരനല്ല. കളിച്ചവന്മാർ ഞങ്ങളെയൊക്കെ കുടുംബത്തിൽ കയറിയാണ് കളിച്ചത്. ഞങ്ങളുടെ പെങ്ങളുടെ കണ്ണ് നിറഞ്ഞത് ആരൊക്കെ കാരണമാണോ അവൻ അതോർത്ത് സങ്കടപ്പെടും. 100 ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെയൊക്കെ മുഴുവൻ അമ്മമാർക്കും പെങ്ങന്മാർക്കും വേണ്ടിയാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യും. അതാണ്. When maturity speaks, hats off to you, brother. Kerala's best YouTuber. അക്ഷരം തെറ്റാതെ വിളിക്കാം. കുടുംബത്തിൽ പിറന്നവൻ. That's the thing. Yes. തൊപ്പി ഹേറ്റ് ബട്ടൺ. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും ഇതുപോലെ കുറേ ആങ്ങളമാർ. അപ്പോൾ അതാണ് സംഭവം. ഏത് ടെക്നിക്ക് പിടികിട്ടട്ടെ, ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല. ഇതെന്താ പറയുക, നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ്, ഞാൻ ഈ ഒരു വിഷയത്തിന് റിയാക്ഷൻ ചെയ്യുന്ന കാര്യത്തിനൊക്കെ യൂട്യൂബിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യം വിഷയമായിട്ട് കണക്ട് ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞാൽ ഇതിന് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന കാര്യം. എങ്ങനെ സീരിയസ് അറിയോ? ഇതൊരു ഉപജീവന മാർഗ്ഗമാണ്, ഇതൊരു പാഷനാണ്, ഇതൊരു ഉപജീവന മാർഗ്ഗമാണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. ഇറ്റ്സ് നോട്ട് ഈസി ഓൾസോ. നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരെ മുന്നിലേക്ക് എത്തിക്കുക, സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെവർ ഈസി. വാട്ട് എവർ ബി ദിസ് തിങ്. ഒരുപാട് റിസ്ക് ഇൻവോൾവ് ആണ്, ഒരുപാട് ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതിന് അത്രയും സീരിയസ് ആയിട്ട് കാണുന്നൊരു വ്യക്തി, വെൻ ഐ ഡു സംതിങ് ഞാൻ അതിൽ കംപ്ലീറ്റ് 100% ഇട്ടതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ചെയ്യുന്ന ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ, ഞാൻ മാത്രമെന്നല്ല പറഞ്ഞത്, ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. എവരിബഡി സീസ് ദിസ് തിങ് ആസ് വെരി സീരിയസ് ആയിട്ട് കാണുന്നത്. അങ്ങനെ ചെയ്യുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് ഇതുപോലെ കുറച്ച് സബ്സ്ക്രൈബർ കൗണ്ടും അല്ലെങ്കിൽ വകതിരിവില്ലാത്ത കുറേ ആൾക്കാർ സപ്പോർട്ട്, കുട്ടികളെ പോലത്തെ ആൾക്കാർക്ക് സപ്പോർട്ട്, വകതിരിവ് കുട്ടികളെ മോശമാക്കി പറയില്ല, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളും ഇതില്ലാത്ത കുട്ടികളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മക്കളെ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ബാധിക്കുന്ന എവിടെയാണെന്നറിയോ? ഇതിൽ തന്നെ അനാൻഷ പറയുന്നുണ്ട്, ഞാൻ വീഡിയോ പ്ലേ ചെയ്യാതെ പറയുന്നുണ്ട്, പച്ചിറച്ചി തിന്നണ കേസ്, ഈ റിയാക്ഷൻ എന്നുവെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങളെ വിമർശിക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാനും നല്ലത് പറയാനും ഒക്കെ നോക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഈ തൊപ്പിയുടെ കേസ് മാത്രമല്ല, റിയാക്ഷൻ വീഡിയോസ് കഴിഞ്ഞ ആൾക്കാരും വളരെ മോശമായിട്ട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ അവരൊക്കെ ചില ആൾക്കാർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ബാക്കിയുള്ളവർക്കും കൂടി പ്രോബ്ലം ആവും. ഞാൻ അനാൻ്റെ ജസ്റ്റ് കുറച്ചൊരു പോർഷൻ മാത്രം പ്ലേ ചെയ്യാം കേട്ടോ. സോഷ്യൽ മീഡിയയിൽ യാതൊരു കോൺട്രവേഴ്സിയിലും ഇടപെടാത്തൊരു വ്യക്തിയാണ് ഞാൻ പേഴ്സണലി. അതായത് ഇന്നെ ഒരുപാട് ആൾക്കാർ കുത്തി നോക്കിക്കലുണ്ടെങ്കിലും വ്യക്തിഹത്യ ചെയ്യലുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി പല രീതിയിൽ ഉപദ്രവിക്കലുണ്ടെങ്കിലും ഇതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കില്ല. കാരണം ഇങ്ങനത്തെ ഒരു പാർട്ടിൽ, ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ക്രിറ്റിസിംസ് ഉണ്ടാവും, വ്യക്തിഹത്യകൾ ഉണ്ടാവും, പരിപാടികളുണ്ടാവും, എല്ലാം നമുക്ക് അറിയണതാണ്. ഈ അടുത്ത് വരെ ഞാൻ ഒരുപാട് നേരിട്ടുള്ളതാണ്. ഒരു 3-4 ദിവസം എൻ്റെ കൂട്ടുകാരൊക്കെ വളരെ സങ്കടത്തിലായിരുന്നു. കാരണം ഇന്നെ വ്യക്തിഹത്യ ചെയ്ത പോലെ ഒരാളും ചെയ്യാത്തൊരു സമയം ഇപ്പോൾ ഒരു 3-4 ആഴ്ച മുന്നേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം അത് ഈ സിനിമേൻ്റെ കേസാണ്. ഞാനിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ കോണ്ടന്റ് ഉണ്ടാക്കുക. ഞാൻ ആലോചിച്ചു, ഞാൻ ആ സിനിമ കണ്ടില്ല കേട്ടോ. കാട്ടാണ് എൻ്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മളൊരു അനിയൻ പോലത്തെ ചങ്ങാതി അതിൽ അഭിനയിക്കുന്നൊരു ഷനൂദ്. പക്ഷെ ഞാനത് പടം കണ്ടില്ല, എനിക്കത് സമയം കിട്ടില്ല, എൻ്റെ സാഹചര്യങ്ങൾ കാരണം. പക്ഷെ ഞാൻ അപ്പോൾ ആലോചിച്ചു, ഭഗവാൻ ഈ ചങ്ങാതി എന്ത് ചെയ്തിട്ടാ, ഇവൻ എന്തൊരു ചെയ്തിട്ടാണെങ്കിൽ ഇതൊന്നിൽക്കും ഇല്ലേ. ഞാൻ ഈ ഹനാൻ എന്ന് പറഞ്ഞ ചങ്ങാതി ഇത് ഒന്നിൽക്കും ഇല്ലാത്തവനെ. നമ്മൾ വളരെ കൃത്യമായിട്ട് അവരുടെ വീഡിയോസ്, അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇവരൊന്നിക്കില്ല. അതാണ് ഏറ്റവും രസം. ഞാൻ സീരിയസ് ആയിട്ട് സ്വന്തം കാര്യം നോക്കാറുണ്ട്. സ്വന്തം കാര്യം ചിന്താവാദമല്ല ഉദ്ദേശിച്ചത്, അവനവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അവനവൻ്റെ കുടുംബത്തിനും ഫ്യൂച്ചറിനും വേണ്ടിയിട്ട് എങ്ങനെ ഒരു മനുഷ്യർ ഈസ് വെരി ഗുഡ്, ഞാൻ പറയാം ഒരു ബിസിനസ് മാൻ തന്നെ പറയുവാണെങ്കിൽ നല്ല രീതിയിൽ അവനവൻ്റെ ലൈഫ് സെറ്റാക്കി, അവൻ്റെ ചുറ്റുള്ള ആൾക്കാരുടെ ലൈഫ് സെറ്റാക്കിയിട്ട് അവൻ മുന്നേറുക. ഇങ്ങനെ പോകുന്ന ഇവനൊക്കെ പിടിച്ചിട്ട് ഇടാന്നുണ്ടെങ്കിൽ അതിലും എനിക്ക് അതിശയമില്ല. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് സ്ത്രീകൾ കണ്ടാൽ മതി, അവരാ പറഞ്ഞെന്താന്നുള്ള അറിയുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സ്ത്രീകളെ കിട്ടിയാൽ മതി. ഈ വെറുതെ ഇരുന്നിട്ടേ ഞാനൊക്കെ ആലോചിച്ചു, ആ നിമിഷം തൊപ്പിയൊക്കെ ആ ഡയലോഗ് പറഞ്ഞ ആ നിമിഷത്തിൽ വീണോ എൻ്റെ ചെള്ളക്കടി. അല്ല അതിലേറെ വലിയ സംഭവമാണ് ഇവർ ചെയ്തിട്ടില്ല. പക്ഷേ
ആ സംസാരത്തിന് ആ ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഇവൻ ഈ ഹനാൻ്റെ ആ ടീം ഫാമിലിനെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ, ആ സംസാരിച്ച് അടുത്ത നിമിഷം ശ്വാസം വലിക്കുന്നതിന് മുന്നേ പൊട്ടണടി, പിന്നെ നീക്കാത്ത രീതിയിൽ പൊട്ട. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ സ്ത്രീകളൊക്കെ റോട്ടിലിട്ട് പിടിക്കുക തോണ്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നേർക്ക് ഞങ്ങളുടെ മലപ്പുറത്ത് എൻ്റെ മഞ്ചേരിയിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടുള്ള സാധനം. ഒരു നിമിഷം ആ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് മൊമെന്റിൽ എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നതല്ല. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ചെറിയ കുട്ടിയൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ആശുപത്രി പടിയൊക്കെ കണ്ട ഓർമ്മയുണ്ട്. എന്ന് തോണ്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ചടപട അഴിച്ചാണ് തീർക്കും. പിന്നെ അത് ആൾക്കൂട്ട വിചാരണ നല്ലതാണെന്നല്ല പറയുന്നത്, പക്ഷെ അതുപോലെ ഇവൻ ഈ വർത്താനം പറഞ്ഞിട്ട് ശ്വാസം എടുക്കണ്ടല്ലോ, അതിന് മുന്നേ പൊട്ടണടി, നിൽക്കാത്ത അടിയെന്ന് വെച്ചാൽ അടിയെന്നല്ല അതിൻ്റെ പരിഹാരം. ഞാൻ പറയാം, ഒരിതും നോക്കാണ്ട് നടക്കുന്ന ചങ്ങായിനെയും കുടുംബത്തിനൊക്കെ, അതും ആ ഉമ്മയൊക്കെ, ഞാൻ ഒരു ടീച്ചറാണ് അവർ, ഉപ്പ, അത് അവർ വളർത്തിയ മക്കളാട്ടോ, അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നത്. ഞാൻ ഒപ്പുള്ള, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അസൂയ എന്നുകൊണ്ട് പറയില്ല, അവർക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും പരിപാടിയും കാര്യങ്ങളായിട്ട് പോകുക, നല്ലൊരു ഫാമിലി, ഒരു ഫാമിലി എന്ന് പറയാം, ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലോ അങ്ങനെ നല്ല രീതിയിൽ പോകുന്നൊരു ടീമാണ്. ഒന്നിലേക്കില്ല അവർ ആരും ഒരു കോൺട്രവേഴ്സിയിലേക്കില്ല, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാധനം അവരുടെ അടുത്ത് കിട്ടില്ല. ഞാനൊന്നും ഒരു വീഡിയോ ഇതുപോലെ ആവശ്യമില്ലാത്ത സെൻസ് നമുക്ക് ഇതിന് വേണ്ടാത്ത രീതിയിലല്ലാത്ത വീഡിയോസ് ഞാൻ കാണാറില്ല. പക്ഷെ ഞാൻ പോലും എൻജോയ് ചെയ്ത് ടി വിയിലിട്ട് കാണുന്നത്, എനിക്ക് അത്രയും തിരക്കുള്ള ഓഫീസിൽ വന്നിട്ടാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഓഫീസിൽ മിക്ക ദിവസം വരുമ്പോഴും ഇവരുടെ ഈ വീഡിയോ ഓടും. അപ്പോൾ ആ സമയത്തൊക്കെ നോക്കുമ്പോൾ അത്രയും ഇതിലിങ്ങനെ പിന്നെ നമ്മളൊക്കെ കാണുന്ന ആൾക്കാരാണ് അവർ. ഒന്നിലേക്കും ഇല്ല ഒരു കോൺട്രവേഴ്സി അവർക്ക് ആവശ്യമില്ല. അപ്പോൾ കാരണം അവരുടെ കോൺഫിഡൻസ് ഉണ്ട്, അവരുടെ കഴിവിൽ വിശ്വാസമുണ്ട്. ഞാൻ പാട്ടത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ സംസാരത്തിലും കഴിവിലൊക്കെ ഹീസ് ലൈക്ക് അവർ സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ, നേരും നെറിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ആ നേരും നെറിലും വിശ്വാസമുണ്ട്. അവർ നല്ല രീതിയിൽ അതിനനുസരിച്ച് സക്സസ് ഉണ്ടല്ലോ. അതുപോലെ അത്രയും വളർന്നിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് വേറെ പല രീതിയിലും. അവരെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഞാൻ ഇതിനെക്കുറിച്ച് ബോധേഡാവുക, ഏറ്റവും ടോപ്പ് മെച്യൂരിറ്റി ലെവലിൽ കീപ്പ് ചെയ്തിട്ട് എങ്ങനെ നേരിടാനുള്ളത് ഞാൻ എന്നെ മെൻ്റലി സ്വയം സ്ട്രോങ് ആക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലാണ്, ഇത്രയും ആൾക്കാർ മുന്നിൽ നിൽക്കുന്ന ആളാണ്, എനിക്ക് ചിലപ്പം പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. ലൈക്ക് വിജയങ്ങളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, അതെങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണമെന്നുള്ളതിലാണ് കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 3 ദിവസം ആൾക്കാർ എന്നെ നോക്കിയപ്പോഴും ഞാൻ കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞു, ആരും പേഴ്സണലി ആരോടൊന്നും പറയരുത്, ആരെയും ഓവർ നമ്മളോട് എന്ത് ചെയ്യണു അതുപോലെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ അവരതാക്കാനോ പോകരുത്. കാരണം നമ്മൾ അവരിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഈ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. എനിക്കിപ്പോൾ ഇത് കാണിക്കാനുള്ളത് ഹനാൻ്റെ വീഡിയോയിലെ കാര്യങ്ങളാണ് ഞാൻ കാണിക്കേണ്ടത്. നമ്മളതിൽ വലിയ അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ, ഈ ഒരു വിഷയം ഞാൻ കാണിക്കുന്നത്. എന്തായാലും അവർ വളരെ ഗൗരവപരമായിട്ട് ഇതിന് നോക്കിയിട്ടുണ്ട്. ഇത്ര തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. ഏതായാലും ഇതൊരു ഇത് മറ്റേ ചെക്കൻ പറഞ്ഞ സീൻ അതൊക്കെ എന്താ പറയുക, സീനായി കബൂറായി അത് പൊളിക്കും നല്ല മറ്റേ ഷമീറിനോട് പറഞ്ഞാൽ ഫ്രം പില്ലർ ടു പോസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല എൻ്റെ അർത്ഥം എന്തായാലും പറയാ, ലിറ്ററലി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവന്മാർ. സോഷ്യൽ മീഡിയയിൽ ഇനി യൂട്യൂബിലേക്ക് ഇനി വരണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂട്ടും താക്കോലും ഇടിച്ച് കൊടുക്കണം. അത് മാത്രമേ പറയാനുള്ളൂ.